കാവിൽ പരേഡം എന്ന് പറയുന്ന ഒരു വൈദികന്റെ തെറ്റായ പ്രവൃത്തികളാണ് ഈ പറയുന്ന നമ്മളെല്ലാം പരിശുദ്ധിയോടുകൂടി കാണുന്ന വലിയ വിശ്വാസമർപ്പിച്ചിട്ടുള്ള ഈ ആസ്ഥാന മന്ദിരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് എത്രയും വേഗം ഈ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം. ഒരു കാരണവശാലും ഇദ്ദേഹത്തിനെ പോലെയുള്ള ആളുകൾ മെത്രാൻ പദവിയിലേക്ക് അർഹതപ്പെട്ടവരല്ല, അത് പരിഗണിക്കാനും പാടില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാരണവശാലും ആ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകൾ പരിഗണിക്കരുത്. പരിശുദ്ധിയുടെ പരിവേഷം അണിഞ്ഞ പിതാക്കന്മാരായി വരേണ്ട ആളുകളുടെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ കൃത്യമായ അവധാനതയോടുകൂടി അവരുടെയൊക്കെ ജീവചരിത്രങ്ങൾ പഠിച്ച്, കുടുംബ മഹിമകൾ, പാരമ്പര്യങ്ങൾ പഠിച്ച് അത് പുറത്തു അങ്ങനെ കണ്ടെത്തിയതിനു ശേഷം ഒരു ലിസ്റ്റ് തയ്യാറാക്കി വേണം അതിനെ തിരഞ്ഞെടുക്കുവാൻ. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു പിതാവ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ആ പിതാവിന്റെ അനുജനോ മറ്റുള്ള ബന്ധുക്കളോ വേറൊരു പിതാവായി വരുന്നു. അങ്ങനത്തെയുള്ള ഒരു സംവിധാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ ഈ നിൽക്കുന്നത് 5-5.5 ലക്ഷം വരുന്ന വിശ്വാസി സമൂഹത്തിന് വേണ്ടിയാണ്. 5-5.5 ലക്ഷം വരുന്ന വിശ്വാസി സമൂഹത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിശ്വാസി സമൂഹത്തിന്റെ വാക്കുകൾ കേൾക്കാതെ നിങ്ങൾക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? പ്രിയ പിതാക്കന്മാരെ, ഈ വിശ്വാസി സമൂഹത്തിന്റെ നേരെ ഒന്ന് കണ്ണു തുറക്കാതെ എത്ര കാലം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും? അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇതിവിടെ നിർത്തുക. സഭയിൽ ഒരു ശുദ്ധീകരണം നടക്കട്ടെ. ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ആളുകളെ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരു സഭയെ ഏതാനും നികൃഷ്ട ജീവികൾ കയറിയിരുന്ന് നശിപ്പിക്കുന്നു. അത് അനുവദിച്ചു കൊടുക്കുവാൻ കഴിയില്ല. 5 ആളുണ്ടെങ്കിൽ 5 ആള്, 10 ആളുണ്ടെങ്കിൽ 10 ആള്. സമരരംഗത്തുണ്ട്, പോരാട്ടത്തിനുണ്ട്. മരിക്കുന്നത് വരെയും ഞങ്ങൾ ഏകീകൃത വിശുദ്ധ കുർബാന മറ്റു രൂപതകളിലെ പോലെ ഈ രൂപതയിലും നടപ്പാക്കണമെന്ന ആവശ്യമായി മുന്നോട്ട് നിൽക്കും, അല്ലെങ്കിൽ സമരരംഗത്ത് നിൽക്കും. മറ്റൊന്ന്, ആലഞ്ചേരി പിതാവിനെതിരായിട്ടുള്ള ഗൂഢതന്ത്രം കഴിഞ്ഞ കാര്യം, വ്യാജരേഖ കേസ്, അത് പുറത്തു വരേണ്ടത് ആലഞ്ചേരി പിതാവിന്റെ വിഷയമല്ല, മറിച്ച് ഈ സഭയുടെ പരിശുദ്ധി വിശ്വാസികളെ ബോധ്യപ്പെടുത്തുവാൻ, സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുവാൻ അത് തെളിഞ്ഞു വരേണ്ടതായിട്ടുണ്ട്. പിതാവ് ചിലപ്പോൾ ഒരുപക്ഷെ പറയില്ല, പക്ഷെ നമ്മൾ പറയുന്നു, നിങ്ങളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് മറ്റു കാര്യങ്ങൾ നിങ്ങൾ പറയാത്തത്? ഇവിടെ ഇന്നലെ സിനഡ് കൂടി ആ സിനഡിൽ അത് ആലഞ്ചേരി അങ്ങനെ ഒരു ഗുണങ്ങൾ നടന്നിട്ടില്ല എന്ന് സിനഡ് ഒന്നടങ്കം തീരുമാനിച്ചു എന്ന് പറയുന്നു. ഞാൻ പറയട്ടെ, സിനഡില് ആൻഡ്രൂസ് സ്ഥാനത്ത് എന്ന് പറയുന്ന പിതാവും ജോസ് പെരുന്നേടം എന്ന് പറയുന്ന പിതാവ്, 2 പിതാക്കന്മാര് ഇങ്ങനെ ഒരു പരിപാടി, ഒരു ഗൂഢതന്ത്രം നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായി മൊഴി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ പിതാക്കന്മാർക്കാണോ തെറ്റുപറ്റിയത്? അങ്ങനെയെങ്കിൽ അവരെ പുറത്താക്കണം. അല്ലെങ്കിൽ തെറ്റ് ചെയ്ത, കൃത്രിമം ചെയ്ത നിങ്ങൾ പുറത്തുപോകാൻ തയ്യാറാവണം. അതുകൊണ്ട് പ്രിയ പിതാക്കന്മാരെ, ഞങ്ങള് ഉയർത്തുന്ന മുദ്രാവാക്യം, നിങ്ങൾ ഞങ്ങളെ കണ്ടില്ലാതെ നടിക്കാൻ പാടില്ല. നമ്മൾ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഈ സിനഡിൽ 31-ാം തീയതി അവസാനിക്കുന്ന ഈ സിനഡിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് അനുകൂലമായി ഒരു തീരുമാനം ഉണ്ടാവണം. അന്വേഷിക്കുവാൻ വേണ്ടി ഒരു കമ്മീഷൻ വെക്കുവാൻ വേണ്ടി ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. മറ്റൊന്ന്, ആലഞ്ചേരി പിതാവിന്റെ എതിരായിട്ടുള്ള വ്യാജരേഖ കേസ് CBI-നെ കൊണ്ട് അന്വേഷിക്കുവാൻ ഈ പരിശുദ്ധ സിനഡ് തീരുമാനം ഈ പറയുന്ന 32-ാം തീയതിക്കകം എടുക്കണം. ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യണം. CBI അന്വേഷിക്കട്ടെ, അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കട്ടെ. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ നമ്മളിവിടെ ഉയർത്തുകയാണ്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയുടെ നാളുകളുണ്ട്, സമരത്തിന്റെയും നാളുകളുണ്ട്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ സഹിച്ച പീഡനങ്ങൾ ഓർക്കുമ്പോൾ നമ്മളാരും ചെയ്യുന്നത് അത്ര വലിയൊരു കാര്യമൊന്നുമല്ല. പക്ഷേ നമുക്ക് ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകാനുണ്ട്. നമ്മുടെ മക്കൾ, നമ്മുടെ ഈ പൈതൃകം വരുന്ന തലമുറയ്ക്ക് കൈമാറപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സഭയെ ശുദ്ധീകരിക്കേണ്ടതും നിലനിർത്തേണ്ടതും, സമൂഹ മധ്യത്തിൽ തെളിഞ്ഞു നിലനിർത്തേണ്ടതും നമ്മുടെയും കൂടി ബാധ്യതയാണ്. നമ്മളും ബാധ്യസ്ഥരാണ്. പിതാക്കന്മാർ മാത്രമല്ല, നമ്മളും ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇവിടെ നടന്ന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട കാത്തലിക് നസ്രാണി അസോസിയേഷന്റെ ചെയർമാൻ
ഡോക്ടർ MP ജോർജ്, കോർ കമ്മിറ്റി അംഗം ബൈജു തച്ചിൽ, അതുപോലെ തന്നെ നമ്മുടെ മീഡിയയുടെ ഷൈബി പാപ്പച്ചൻ, ഡേവിസ് ചൂരമന, റെനി പൗലോസ് തുടങ്ങിയ പ്രിയപ്പെട്ടവരെ, സുജി ബസിലിക്ക തുടങ്ങിയവരെ, ബിജു, എല്ലാവരും പേര് അറിയാത്തതുകൊണ്ട് ഞാൻ എല്ലാവരും പേര് പറയുന്നില്ല. നമ്മുടെ ആൻഡ്രു പല്ലിശ്ശേരി, MA ജോർജ്, മറ്റു പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മുടെ കർദിനാളും നമ്മുടെ സഭാ തലവനുമായിരുന്ന നമ്മുടെ ആലഞ്ചേരി പിതാവിനെ അവഹേളിച്ചതിനെ പ്രതിഷേധിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മിന്നൽ സമരമാണ്. ഒരു മിന്നൽ സമരം എന്ന് പറഞ്ഞാൽ അതിലെ ആയിരക്കണക്കിന് ആളുകളൊന്നും കൂട്ടിയല്ല നമ്മൾ ചെയ്യുന്നത്. പെട്ടെന്നുണ്ടായ കാര്യങ്ങൾ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ പ്രതിഷേധിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പാലായിൽ വെച്ച് നടന്ന എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ നമ്മുടെ ആലഞ്ചേരി പിതാവ് പറഞ്ഞ കാര്യങ്ങളെ പറ്റി ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം വളരെ ദുഃഖത്തോടു കൂടി പറയുകയുണ്ടായി. 3 കാര്യങ്ങളാണ് മെയിനായിട്ട് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, നമ്മുടെ സഭയിൽ ആദിമ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന 12 ശിഷ്യന്മാരിൽ ഒരാൾ യേശുവിനെ ഒറ്റിക്കൊടുത്തു. ആ ഒറ്റിക്കൊടുത്ത യൂദാസിനെ ഒരു രീതിയിലും കൂടെ നിർത്തുവാൻ വേണ്ടി യേശു ക്രിസ്തു തയ്യാറായില്ല. എന്താ കാരണം? ഈ പറയുന്ന യൂദാസിന് ഒരു പശ്ചാത്തലവും ഉണ്ടായില്ല. അദ്ദേഹം അവസാനം പോയി തൂങ്ങിച്ചാവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ യേശു ക്രിസ്തു പോയില്ല. കള്ളന്മാരുടെ ഇടയിലും വേശികളുടെ ഇടയിലും ഒക്കെ പ്രവർത്തിച്ച യേശു ക്രിസ്തു അവർക്ക് പശ്ചാത്താപം ഉണ്ടായപ്പോഴാണ് അവരെ കൂടെ ചേർത്ത് പിടിച്ചത്. അതുപോലെ തന്നെയാണ് പിന്നീട് നമുക്കറിയാം 2 ശ്ലീഹന്മാര്, സെബദീ പുത്രന്മാരെ പറ്റി നമ്മുടെ ആലഞ്ചേരി പിതാവ് സംസാരിക്കുകയുണ്ടായി. നിങ്ങൾ കേട്ടു കാണും. സെബദീ പുത്രന്മാര് അവര് വിചാരിച്ചിരുന്നത് ഇവിടെ ഒരു പുതിയ രാജ്യം ഉണ്ടാകും, അങ്ങനെ രാജ്യം ഉണ്ടാകുമ്പോൾ അതിന്റെ വലിയ സ്ഥാനങ്ങൾ ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞ അമ്മേനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. എന്റെ മക്കളെ ഇടത്തും വലത്തും നിർത്തണമെന്ന് പറഞ്ഞു. 3ാമത് വേറൊരു ഉപമ കൂടെ നമ്മുടെ പിതാവ് പറഞ്ഞത് നമ്മൾ കേട്ടു. എന്താണ്? നമ്മുടെ ഒരു ഉപമയിലൂടെ പറഞ്ഞു, ഒരു പിതാവിന് 2 മക്കൾ, അതിൽ ഇളയ മകൻ എല്ലാം വിറ്റ് പെറുക്കിക്കൊണ്ട് അവൻ ദേശാടനത്തിന് പോയി. ആ പിതാവ് ഒരു രീതിയിലും അവനെ ചേർത്ത് പിടിച്ചില്ല. അവൻ പന്നിക്കൂട്ടിൽ കിടന്നു, വിശന്നു, ഒക്കെ ഉണ്ടായി. പക്ഷേ അവന് പിന്നീട് പശ്ചാത്താപം ഉണ്ടായി. തിരിച്ചു വന്നപ്പോൾ അവനെ ചേർത്ത് പിടിച്ചു. ധൂർത്തപുത്രന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കാൻ, ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തിയത്. പിതാവ് പറഞ്ഞ് വേറെ ഒന്നുമല്ല, ഇവിടെ നമ്മുടെ സഭയിൽ നടക്കുന്ന ഈ അഴുക്കുകളെ ഒരു രീതിയിൽ നമുക്ക് കൂടുതൽ ചേർത്ത് പിടിക്കാൻ ഇപ്പോൾ പറ്റില്ല. അവർ എന്ന് പശ്ചാത്തപിച്ചു വരുന്നോ അന്ന് മാത്രമേ അവരെ കൂട്ടാൻ ചേർത്ത് പിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം നമുക്ക് നൽകിയത്. ഇന്നലെ ഉണ്ടായ സംഭവം നമുക്കറിയാം. നമ്മുടെ പിതാവിനെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കള്ളക്കണക്കുകൾ ഉണ്ടാക്കിയതിൽ 2 മെത്രാന്മാർ കൂട്ടുചേർന്നു എന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടമാണ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ആ വിവരം അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ, ഇത് നമ്മളാരും പറഞ്ഞതല്ല, ഇത് പോലീസിന്റെ റിപ്പോർട്ടാണ്, കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനെ ഇവിടെ ഒരു പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ മോശമായി അവർ പെരുമാറി, ഈ സിനഡിൽ പെരുമാറി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇത് വിശ്വാസികളുടെ പ്രതിഷേധമാണ്. ഈ പ്രതിഷേധം മിന്നൽ പ്രതിഷേധമാണ്. അതിൽ ആളിന്റെ എണ്ണമൊന്നും പ്രശ്നമല്ല. ഇത് എല്ലാവരുടെ പ്രതിനിധികളായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ വൃത്തികെട്ടവന്മാരെ ഒറ്റ വാക്കിൽ പറഞ്ഞ അങ്ങനെ പറയാൻ നിവൃത്തിയുള്ളൂ. ഇവർക്ക് പണവും പ്രതാപവും അവരുടെ അധികാരങ്ങളും മാത്രമാണ് അവരുടെ ലക്ഷ്യം. അവർക്ക് ദൈവികമായ ഒന്നും ഇവരുടെ കൂടെ ഇപ്പോൾ ഇല്ല. ഇതൊരു സാത്താന്റെ കോട്ടയായി മാറിയിരിക്കുന്നു. അതിനൊരു മോചനം വേണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്നതോടൊപ്പം സമരമുഖത്തും നമ്മൾ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സിനഡ് കുർബാന, അത് ഏകീകൃത കുർബാന നമുക്ക് നടപ്പിലാക്കി കിട്ടിയേ പറ്റുള്ളൂ. അല്ലാതെ കൊണ്ട് അമേരിക്കയിലും അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ
ചില രാജ്യങ്ങളിലൊക്കെ പട്ടിണിയുണ്ട് ഒക്കെ ഉണ്ട്. അതൊക്കെ സംസാരിക്കാൻ നമുക്ക് വേറെ ഇടങ്ങളുണ്ട്. അത്രയും കാര്യങ്ങളൊന്നുമല്ല സിനഡിൽ സംസാരിക്കേണ്ടത്. സിനഡിൽ സംസാരിക്കേണ്ടത് സിനഡിൽ വേണ്ട കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കി എടുക്കേണ്ട കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യേണ്ടടുത്ത് അനാവശ്യ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വഴിവിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നടപ്പിലാവില്ല. ഈ സിനഡ് തീരുമ്പോൾ ഈ ഏകീകൃത കുർബാന നടപ്പിലാക്കുകയും ഈ കള്ളന്മാർക്ക്, ഈ കള്ളക്കണക്കുണ്ടാക്കിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാത്തിടത്തോളം കാലം ഞങ്ങൾ സമരമുഖത്ത് ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മളിവിടെ ഇന്ന് കൂടിയിരിക്കുന്നത് ഇന്നലെ പെട്ടെന്നുണ്ടായ ഒരു സംഭവത്തിന്റെ പേരിലാണ്. ആലഞ്ചേരി പിതാവ് തന്റെ പേരിൽ വ്യാജരേഖ ഉണ്ടാക്കിയ അടക്കമുള്ളവരെ 2 മെത്രാന്മാരുടെ പേരിൽ ആ വ്യാജരേഖയുടെ അതിന്റെ ഇതെടുത്തപ്പോൾ വ്യാജരേഖയുടെ പോലീസ് സമർപ്പിച്ച കുറ്റപത്രം എടുത്തപ്പോൾ താരു BA എന്ന് പറയുന്ന ഒരു മെത്രാൻ, അതായത് ഭരണിക്കുളങ്ങര പിതാവും അതുപോലെ തന്നെ രേന്ദ്രത്ത് പിതാവും, ഇവരുടെ ഒക്കെ പേരുകൾ പലയിടത്തും ഇവരുടെ പേരുകൾ പലർക്കും ഇമെയിൽ അയച്ചതായിട്ടും താരു BA അതിനൊരു കൺഗ്രാറ്റ്സ് അയച്ചതായിട്ടും ഒക്കെ നമ്മൾ കണ്ടു. പല സമയങ്ങളിലായി നമ്മൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പലപ്പോഴും പലരും പുറത്തുവിട്ടതായിട്ട് നമ്മൾ കണ്ടു. ഇനിയും വലിയ വലിയ വെളിപ്പെടുത്തലുകൾ വരാനിരിക്കുന്നതുമുണ്ട്. അതിലൊക്കെ എന്തൊക്കെ ആയിരിക്കും, ആരൊക്കെ ആയിരിക്കും എന്നുള്ളത് ഇനിയും കാണേണ്ട കാര്യങ്ങളാണ്. എന്നിരുന്നാലും ഇന്നലെ ഈ കാര്യങ്ങളെക്കുറിച്ച് സ്വന്തം നിഴലുപോലെ കൂടെ നടന്ന സ്വന്തം സഹപ്രവർത്തകർ തന്നെ ചതിച്ചു എന്ന് മനസ്സിലാക്കി ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു കർദിനാളാണ്, മുൻ മേജർ ആർച്ച് ബിഷപ്പാണ്, നമ്മുടെ സഭയുടെ ഒരേ ഒരു കർദിനാളാണ്. ആ കർദിനാളിന്റെ ആ വാക്കുകൾക്ക് പുല്ലുവില കൊടുക്കാതെ അത് സിനഡ് തള്ളിക്കളഞ്ഞപ്പോൾ, ഒന്നാം സിനഡിലെ ചർച്ച ചെയ്യുക പോലും ചെയ്യാതെ അത് തള്ളിക്കളഞ്ഞപ്പോൾ, അങ്ങനെ ഒരു സീറോ മലബാർ സഭയുടെ സിനഡ് അങ്ങനെ ഒരു സിനഡാണോ? ഒരു കർദിനാളിന് പോലും ഒരു വില കൊടുക്കാത്ത ഒരു സിനഡാണോ സീറോ മലബാർ സഭയുടേത്? മെത്രാന്മാരുടെ ഈ വളരെയധികം ദുഷിച്ച ബുദ്ധിയുള്ള, വളരെയധികം നമുക്ക് നമ്മുടെ അൽമായക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ വ്യാജരേഖ ഉണ്ടാക്കുക, അതും സഭയുടെ തലവനെ തകർക്കാൻ വേണ്ടിയിട്ട് വ്യാജരേഖ ഉണ്ടാക്കി കുറേയധികം എന്താ പറയുക പൈസ തട്ടിച്ചു എന്നൊക്കെ കാണിക്കാനായിട്ട് എത്രയധികം സാത്താനികമായിട്ടുള്ള മനസ്സുള്ളവർക്കായിരിക്കണം ഇതുപോലെയുള്ള ദുഷ്ടപ്രവൃത്തികൾ ചെയ്യാനായിട്ട് സാധിക്കുക. അങ്ങനെ മെത്രാന്മാരടക്കം വിശ്വാസികളെ ദൈവരാജ്യത്തിലേക്ക് നയിക്കേണ്ട മെത്രാന്മാര്, അവർക്ക് മാതൃകയാകേണ്ട, വിശ്വാസികൾക്ക് മാതൃകയാകേണ്ട മെത്രാന്മാര്, വിശ്വാസികൾ ഇവരിൽ നിന്നൊക്കെയാണ് നമ്മളുടെ നല്ല ഗുണങ്ങൾ, സുഹൃതങ്ങള് പഠിക്കേണ്ടത്. അങ്ങനെയുള്ള മെത്രാന്മാര് ഇതിനൊക്കെ ഇങ്ങനെയുള്ള ദുഷ്ടബുദ്ധികളുടെ അങ്ങനെയുള്ള ആൾക്കാര് സാത്താന്റെ മെത്രാന്മാരായിട്ട് എന്ന് പറയാം, സാത്താന്റെ മെത്രാന്മാരായിട്ട് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് വേണ്ടേ നമ്മുടെ സിനഡ് നടക്കേണ്ടത്? അല്ല എന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അല്ല ആ സിനഡിൽ പ്രവർത്തിക്കുന്നത്. ആ സിനഡിൽ പ്രവർത്തിക്കുന്നത് സാത്താനിക ശക്തികൾ തന്നെയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന സിനഡ് ആണെങ്കിൽ ഇങ്ങനെയുള്ള ദുഷ്ടകരങ്ങൾ ചെയ്ത മെത്രാന്മാരെ മാറ്റി നിർത്തിയിട്ട് മാത്രമേ ആ സിനഡ് പ്രവർത്തിക്കാവൂ. ഇങ്ങനെയുള്ള വൈദികർക്ക്, ദുഷ്ടബുദ്ധിയുള്ള വൈദികർക്ക്, ദുഷ്ടതരങ്ങൾ ചെയ്യുന്ന വൈദികരെ മാറ്റി നിർത്താൻ പഞ്ചടമുള്ള മെത്രാന്മാർ വേണം. ഇപ്പോഴും ബാക്കി 54 മെത്രാന്മാരുണ്ട്. ആ 54 മെത്രാന്മാരും എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നറിയത്തില്ല. ഇത് അവർ മൗനം ഭരിച്ചു കണ്ടിരുന്നതിന് നമ്മുടെ സഭ നാശത്തിലേക്കാണ്. നമ്മുടെ ഈ സഭയ്ക്ക് പിന്നെ ഒരു മോചനം ഉണ്ടാവുകയില്ല. ഇപ്പോൾ മൗനം ഭരിച്ചാൽ പിന്നെ നമുക്ക് ഒരു മോചനം, സീറോ മലബാർ സഭ നിത്യമായിട്ട് നാശത്തിലേക്ക് തന്നെയായിരിക്കും പോവുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ, നിങ്ങൾ കുറച്ചെങ്കിലും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ തെറ്റ് ചെയ്തവർക്കെതിരെ കർശനമായ നടപടികൾ എടുക്കുക. തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള എന്താ പറയുക പൈശാചിക കൂട്ടങ്ങളെ തന്നെ പറയാം. കാരണം അത്രയധികം ഞാനിപ്പോൾ സഭയിലേക്ക് ഈ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ വന്നപ്പോഴൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല ഇത്രയധികം പൈശാചികത ഇവരുടെ കയ്യിലുണ്ടെന്ന്. വിശ്വാസികൾ അവരെ വിശ്വസിക്കുകയാണ്. ആ പാവപ്പെട്ട നിഷ്കളങ്കരായ വിശ്വാസികൾ
നിഷ്കളങ്കരായ വിശ്വാസികൾക്ക് ഇവരൊക്കെ വിശ്വാസമാണ്. ആ വിശ്വാസതയാണ് ഇവർ മുതലെടുക്കുന്നത്. ഈ വികാരിമാരും ഈ മെത്രാന്മാരും എല്ലാം മുതലെടുക്കുന്നത് ഈ സാധാരണ നിഷ്കളങ്കരായ വിശ്വാസികളുടെ അവരുടെ ആത്മാർത്ഥതയാണ്, അവരുടെ നിഷ്കളങ്കതയാണ്. എന്തായിരുന്നാലും ഇത് മനസ്സിലാക്കുന്ന പല മെത്രാന്മാർക്ക് ഇത് അറിയാമെന്ന് അറിയാം. ഇങ്ങനെയുള്ള മെത്രാന്മാരെ മാറ്റി നിർത്താനും ഇവർക്കെതിരെ അന്വേഷണം നടത്തുവാനും ഒക്കെയുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് ചെയ്യുക. ഈ സിനഡിലെങ്കിലും ഈ സിനഡിൽ അത് ചർച്ച ചെയ്തിട്ട് പോയാൽ മതി. എന്തിനാണ് പിന്നെ ഈ സിനഡ്? അല്ലാതെ ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം, ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഈ വ്യാജരേഖ പോലെയുള്ള ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ ചെയ്ത ആൾക്കാരെ സംരക്ഷിച്ചുകൊണ്ട് എന്തിനാണ് ഇവര് ഈ സിനഡ്? അതുപോലും ചർച്ച ചെയ്യാണ്ട് എന്തിനാണ് പിന്നെ സിനഡ്? ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സിനഡ്? അതുകൊണ്ട് ദയവ് ചെയ്ത് സിനഡ് യഥാർത്ഥ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു. പ്രിയ സഹോദരങ്ങളെ, നമ്മളിത് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു പ്രത്യേക ഒരു അവസരത്തിൽ നമുക്കങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലത്തെ സംഭവം നമ്മളെ അത് എന്താ പറയുക ഇൻഡ്യൂസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടാക്കി തരികയാണ് ചെയ്തത്. കാലത്ത് ഞാൻ മാറാലഞ്ചേരി പിതാവിനെ കണ്ടതായിരുന്നു, വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ആ സമയത്ത് വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എന്തായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എന്തായാലും കുറച്ച് കഴിഞ്ഞ് വർത്തമാനങ്ങൾ പറഞ്ഞതെല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു വാക്ക് മാത്രം പറഞ്ഞുള്ളൂ, ഞാൻ ഇപ്പോൾ തുടങ്ങും എന്ന് മാത്രം. അത് വളരെ സന്തോഷജനമായൊരു വാക്കായിട്ടാണ് നമുക്ക് തോന്നിയത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കൊടുത്ത ആ ഒരു ലെറ്റർ, അതിൻ്റെ അകത്ത് 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. ഒന്ന്, ഈ വ്യാജരേഖയുടെ കാര്യത്തെ പറ്റിയുള്ള CBI അന്വേഷണമോ അല്ലെങ്കിൽ അതിൻ്റെ തുടർ അന്വേഷണത്തിൻ്റെ കാര്യം, പിന്നെ സിനഡ് കുർബാന തന്നെ വേണമെന്നുള്ളതും, പിന്നെ പിതാവിൻ്റെ ആ പാലാ കോൺഫറൻസിലോ അല്ലെങ്കിൽ പാലാ ഇത് നടന്ന സ്ഥലത്ത് നിന്ന് അവഹേളിച്ചു വിട്ട മറ്റേ വിമതന്മാർക്ക് എഴുതിയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്ത് 3 കാര്യങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ സിനഡിൽ പുട്ടപ്പെടുകയും ചെയ്തായിരുന്നു. പക്ഷേ എന്തുണ്ടായെന്ന് വെച്ചാൽ വിമതരുടെ ശക്തികളിൽ അല്ലെങ്കിൽ വിമതരുടെ ഇതിൽ കിടക്കുന്നവർ, ആ ഒരു കോഴ്സിൽ കിടക്കുന്നവർ ഈ കാര്യങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യില്ലെന്നും പിതാവ് ഇരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ചർച്ച ചെയ്യാമെന്നുള്ള ഒരു വർത്താനമാണ് പുറത്തറിഞ്ഞത്. അങ്ങനെ വന്ന് പിതാവ് ഇരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിതാവ് അത് പുട്ടപ്പ് ചെയ്തപ്പോൾ അത് അവർ എന്താ പറയുന്നത് കട്ടയ്ക്ക് തിരസ്കരിക്കുകയും ചെയ്തത്. അതെന്തായാലും ഒരു നല്ലൊരു സമീപനമായിരുന്നില്ല ആ സിനഡ് സമ്മേളനത്തിൽ അത് ചെയ്തത്. അത് വളരെയധികം വേദനിക്കുന്നൊരു കാര്യം. പിന്നെ ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നതാണ്, പിതാവിൻ്റെ മേളിൽ ഒരു കയ്യോ മണ്ണോ തലയോ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ഇവിടെ ജനസഹസ്രങ്ങൾ വന്ന് അതിനെ എതിർത്ത് കംപ്ലീറ്റ് കാര്യങ്ങൾ അതിൻ്റെ എതിർത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതിന് പിന്നെ എത്ര വലിയ കോട്ടയാണെങ്കിലും എത്ര വലിയ മതിലാണെങ്കിലും ആൾക്കാരെ ചാടിക്കടന്ന് അതിൻ്റെ അകത്തേക്ക് എത്തും എന്നുള്ള കാര്യം വളരെ വ്യക്തമാക്കി കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തീർക്കുന്നു. അടുത്തതായിട്ട് ആൻഡ്രോ പെല്ലിശ്ശേരി മറ്റ് 2 വാക്ക് സംസാരിക്കും. പ്രിയമുള്ള ജീവനുള്ള വിശ്വാസികളെ, എല്ലാവർക്കും ഈശ്വരശേഖി സ്ഥിരീകരിക്കട്ടെ. നമ്മളെ നിരവധി സമരമാർഗങ്ങൾ ചെയ്തു പ്രതിഷേധ കൂട്ടായ്മ. ഈ കഴിഞ്ഞ 15-ാം തീയതി നമ്മുടെ മുഴുവൻ രൂപതകളിലും നമ്മൾ വാഹന ജാഥയായി പോയി ഒട്ടനവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കഴിഞ്ഞ 15-ാം തീയതിയും ഒരു സമരം നടത്തി. 18-ാം തീയതി നമ്മൾ ഈ സെൻറ് തോമസ് മൗണ്ടിന് മുൻപിൽ വളരെ ശക്തമായ ഒരു സമരം നമ്മളിവിടെ നടത്തപ്പെടുകയില്ല. എന്നാൽ നമ്മൾ ഇങ്ങനെ 26-ാം തീയതി സമരം, 18-ാം തീയതി സമരം, 15-ാം തീയതി സമരം, അങ്ങനെ ഒട്ടനവധി സമരങ്ങൾ നടത്തി പോകുമ്പോൾ ഒരു ഭാഗത്ത് സത്യവിശ്വാസത്തിന് വേണ്ടി സഭാ അനുകൂലികളും മറ്റൊരു ഭാഗത്ത് ധിക്കാരികളും അനുസരണക്കേടിന്റെ മക്കളും. അപ്പൊ 2 വിഭാഗമായി അല്ലെങ്കിൽ ഒന്ന് അനുസരണക്കേടിന്റെ മക്കളും അതുപോലെ തന്നെ തെറ്റ് ആവർത്തിക്കുന്ന പൈശാചിക ശക്തികളും തമ്മിലുള്ള ഒരു നല്ലൊരു പോരാട്ടം തന്നെയാണ്. അതിൽ നമ്മൾ ഇന്നേ വരെ ചെയ്തു പോന്നിട്ടുള്ള ഓരോ സമരമാർഗങ്ങൾ ചെയ്തു പോകുമ്പോൾ അത് വാർത്താമാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ വാർത്തകൾ വരുമ്പോൾ തൊട്ടടുത്ത് തന്നെ ആ വാർത്തയിൽ തന്നെ ഈ കഴിഞ്ഞ ഇന്നലത്തെ തന്നെ മാതൃഭൂമി പത്രത്തില് 26-ാം തീയതി ഈ അതിരൂപത വിശ്വാസി കൂട്ടായ്മയ്ക്കെതിരെ സമരം ചെയ്തപ്പോൾ അതിന്റെ വാർത്ത കൊടുത്തപ്പോൾ അതിന്റെ തൊട്ടടുത്ത് തന്നെ ആത്മായ മുന്നേറ്റത്തിന്റെ വാർത്ത മിക്ക പത്രങ്ങളിലും ഉണ്ടായി. അതിന് തൊട്ടടുത്ത് തന്നെ. അപ്പൊ നമ്മുടെ പരിപാടി ജീവനുള്ള സംഘടനയായി പ്രവർത്തിക്കുമ്പോൾ ഓരോ പരിപാടികൾ ചെയ്യുമ്പോൾ ഒരു കടലാസ് കൂടിയായി ഇന്ന് ആത്മായ മുന്നേറ്റം
എന്ന സംഘടന വന്നിരിക്കുകയാണ്. എനിക്ക് ഈ അവസരത്തിൽ ഒന്നേ പറയാനുള്ളൂ, ഈ ആത്മായ മുന്നേറ്റം തിരിച്ചുവരുന്ന സാഹചര്യമായി അവര് വെറും കടലാസ് മതിയാണ്. അവരിപ്പൊരു പ്രതിഷേധത്തിനുമില്ല, അവരൊന്നിനുമില്ല. അങ്ങനെ അവർക്ക് ചില കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് അവരിങ്ങനെ ഒതുങ്ങി നിൽക്കാം. പക്ഷെ വ്യാപാരങ്ങളും കാര്യങ്ങളും നോക്കുമ്പോൾ അവര് എന്തോ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒന്നും ചെയ്യുന്നില്ല, അവർക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മുടെ ഈ പ്രശ്നങ്ങളുടെ ആത്യന്തികമായ തുടക്കം ഭൂമി കുംഭകോണത്തെ സംബന്ധിച്ചാണ്. ആ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ നിർമ്മാണത്തിലേക്കാണ് അടുത്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനം വ്യാജരേഖ നിർമ്മാണമാണ്. ആ വ്യാജരേഖ നിർമ്മാണത്തെ സംബന്ധിച്ച് ഇതുവരെ ഒരക്ഷരം ഈ റിജോ താമസക്കാരനോ ഷൈജു ആന്റണിയോ ഒരു ആത്മീയകാരനും ഇതുവരെ ഒരക്ഷരം ഉരിയാടാൻ കഴിഞ്ഞിട്ടില്ല, അവരെ നാവ് പൊങ്ങിയിട്ടില്ല. അപ്പൊ എന്തിനും ആത്മായ മുന്നേറ്റം ആ സംഘടന ഉടനെ തന്നെ തിരിച്ചുവിടേണ്ട അത്യാവശ്യമാണ്. അവരെ കൊണ്ടൊന്നും കഴിയില്ല. അവരെന്ത് പറയുന്നു? അവർ പറയുന്നു ജനങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. നമ്മളുടെ മര്യാദക്കാരായ വിശ്വാസികൾ ഈ ഭാഗത്തുള്ളതുകൊണ്ട് അവരങ്ങനെ ശക്തമായ ഒരു പ്രതിഷേധത്തിനും തീവ്രത്തിനും കാര്യങ്ങളും വിപ്ലവ സമരങ്ങൾക്കൊന്നും പോകുന്നില്ല. നമ്മൾ അച്ചടക്കത്തോടെ ഇപ്പൊ ഈ ഗേറ്റിന്റെ ഭാഗത്തോടെ വരുന്നു, ആരെങ്കിലും പിതാക്കന്മാരോ ജ്യോതികാർ വരുന്നു, നമ്മൾ കടത്തി വിടുന്നു. അങ്ങനെ സൗമ്യമായി അച്ചടക്കത്തോടെ സമരം ചെയ്യുന്ന നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് മനസ്സിലാക്കി ശരിയുടെ വഴിക്ക് മുഴുവൻ പേരും വരേണ്ടതായിട്ട് വരും. ഈ സിനഡിന്റെ തീരുമാനവും ജനാഭിമുഖ കുർബാന തീർച്ചയായും വേണ്ടാന്ന് വെക്കുകയും ആ തരത്തിലേക്ക് തന്നെ നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന ഏകീകൃത കുർബാന എല്ലാ ഇടവകയിലും നടപ്പാക്കിയേ നമ്മൾ സമരം ഇനി നമ്മൾ അവസാനിപ്പിക്കുകയുള്ളൂ. അതിന് മുഴുവൻ അഭിവാദ്യങ്ങളും മറ്റൊരു ഇടവകയുടെ പേരിൽ ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. പ്രിയരെ, നമ്മുടെ ഇവരുടെ പിതാക്കന്മാര് നല്ല പിതാക്കന്മാര്, പരിശുദ്ധിയുടെ പരിവേഷമുള്ള പിതാക്കന്മാര് നമ്മുടെ സഭയുടെ അകത്തുണ്ട്, സിനഡിന്റെ അകത്തുണ്ട്. അവർക്കെതിരായിട്ടല്ല ഈ സമ്മതങ്ങളൊന്നും. അത് ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നു. നല്ല പിതാക്കന്മാരുണ്ട്, എന്നാൽ തെറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. സത്യത്തെ മൂടി വെക്കാൻ കഴിയില്ല. ഒരുപാട് കാലം മൂടി വെക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയാമല്ലോ, സിനിമാ മേഖലയില് സത്യത്തെ മൂടി വെച്ച് ഇപ്പൊ അറപടലം പോയി. സഭ എന്ന് പറയുന്ന ക്രിസ്തു, ആ ക്രിസ്തുവിന്റെ പാതയിലൂടെ പോകുന്ന സഭയാണ്. ആ സഭയില് ഇത് മൂടി വെക്കാൻ അധികകാലം നിങ്ങൾക്ക് കഴിയില്ല. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ കളിയാക്കുന്നത് ഈ ലോകം അംഗീകരിക്കുന്ന ലോകാരാധ്യരായിട്ടുള്ള മാർപ്പാപ്പയുടെ വാക്കുകളെയാണ് നിങ്ങൾ ധിക്കരിക്കുന്നത്. ആ മാർപ്പാപ്പയിലെയാണ് നിങ്ങൾ ഈ പറയുന്ന അവഹേളിക്കുന്നത്. പരിശുദ്ധിയുള്ള സിനഡിനെയാണ് നിങ്ങൾ അവഹേളിക്കുന്നത്. നമ്മുടെ വേലിപ്പത്തിൽ സീറോ മലബാർ സഭ എന്ന് പറയുന്ന ആ വേലിയിൽ നിന്ന് രക്തം കുടിക്കുന്ന ഒന്നാണ് ഈ കോലം കെട്ടവനെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാവിൽ പുരയിടമെന്ന കോലം കെട്ടവനെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ പരിപാടിയുടെ നമ്മളൊരു ചാട്ടവാറാടി വീണ്ടും നിലവിലുള്ള കുഴുക്കുത്തുകൾക്കെതിരായിട്ട് കർത്താവ് ഈശോമിശിഹായുടെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമരപരിപാടി വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ ബസുലിക്കയുടെ നമ്മുടെ വിശ്വാസി സമൂഹത്തിന് എപ്പോഴും താങ്ങും തണലായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ സിബി. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ വളരെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഒരുമിച്ച് കൂടാനുണ്ടായത്. എൻ്റെ മുമ്പിലുണ്ടായിരുന്ന പ്രാസംഗികരെല്ലാം പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയങ്കരനായ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ആലഞ്ചേരി പിതാവിനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിമതരും അവരെ പോലെ തന്നെ നമ്മുടെ സഭയ്ക്കുള്ളിലുള്ള സ്ഥിരടംഗങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട മെത്രാന്മാരും ഒരു നിസ്സഹകരണത്തോടെ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളെ നിരാകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ എല്ലാവരും പറഞ്ഞ് അറിഞ്ഞതാണല്ലോ. നമ്മളുടെ പിതാവ് വ്യാജരേഖ കേസിൽ ഒരു ചർച്ച ആവശ്യപ്പെട്ടപ്പോൾ അതിന് നിർദ്ദേശം തള്ളിക്കളഞ്ഞ സിനഡ്, ആ സിനഡ് ഏറ്റവും അധികം പ്രതിഷേധം അർഹിക്കുന്ന ഈ സമയം നമ്മളെ 10-15 വിശ്വാസികളുടെ എണ്ണമല്ല, നമ്മളുടെ ആത്മാർത്ഥതയാണ് ഇതിൽ പ്രകടമാകുന്നത്. എന്നിരുന്നാലും ഇപ്പോഴുണ്ടായി പെട്ടെന്ന് വിളിച്ചു കൂട്ടിച്ചേർത്ത ഈ ചെറിയ പ്രതിഷേധത്തിൽ വന്നിരുന്ന എല്ലാവരും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി നമ്മൾ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ബലഹീനരായേക്കാം. നമ്മളുടെ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നതെന്ന് നമുക്കറിയാം.
നമ്മളത് വചനങ്ങളിൽ 2 കൊരിന്ത്യർ 12:19 നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. നമ്മൾ സഭയ്ക്ക് വേണ്ടിയിട്ടാണ്, ഓരോ വിശ്വാസികളുടെ അവകാശത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോരാടുന്നത്. നമ്മളുടെ അവകാശം ഈ സീറോ മലബാർ സഭ അംഗീകരിച്ച, മാർപ്പാപ്പ അംഗീകരിച്ച, നമുക്ക് ദൈവം നമുക്ക് തന്നിട്ടുള്ള ബലി അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് ലഭിക്കുക എന്നതാണ്. അതിന് സിനഡും മാർപ്പാപ്പയും മറ്റുള്ള അധികാരികളും നമുക്ക് നൽകിയിട്ടുള്ള ആ പരിശുദ്ധ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു. അത് കുറച്ചു കാലങ്ങളായി സിനഡിന്റെ നിയന്ത്രണത്തിലും സിനഡിന്റെ അവകാശങ്ങളും ഇതൊരിക്കലും ഈ സിനഡ് ചർച്ച ചെയ്തത് പൂർണ്ണതയിൽ എത്തിച്ചിട്ടില്ല. ഇപ്പോൾ ഈ പ്രശ്നം ആരംഭിച്ചതിന് ശേഷം 2 or 3 സിനഡ് കഴിഞ്ഞു. ഇപ്പോൾ അവസാനത്തെ സിനഡില് ഈ സിനഡിലെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹത്തോടെ നമ്മൾ പൂർണ്ണമായും നമ്മൾ എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും നമ്മൾ ഇവിടെ നടത്തുവാനും, അതേസമയം തെറ്റിലേക്ക് വിരൽ ചൂണ്ടുന്ന, തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ചില കൈത്തട്ടുകളിലൂടെ, തട്ടിമുട്ടലുകളിലൂടെ പല വ്യാജ രേഖകൾ നിർമ്മിക്കപ്പെട്ടതുപോലെ പല സഭയുടെ രേഖകളും ചോർന്നിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും അതിനെതിരെ അതിന്റെ കൂടെ നിൽക്കുന്നവരെയും എതിർത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ പ്രതിഷേധം ഏറ്റവും അധികം ശക്തമാകട്ടെ. ഇത് വിശ്വാസികളിലേക്ക് പടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥനാശംസകളും. പ്രസംഗത്തിലൂടെ കേന്ദ്രീകരിച്ചിട്ടുള്ള കുട്ടിയുടെയും അതുപോലെ തന്നെ ടിജുവിന്റെയും റെമിയുടെയൊക്കെ പ്രവർത്തനങ്ങളെ നമ്മൾ നന്ദിയോടെ സ്മരിക്കുകയാണ്. നമ്മുടെ ആന്റണി ചേട്ടന് അറിയാം, വയസ്സായ ഒരാള്, നടക്കാൻ പറ്റില്ലാത്ത ഒരാള്, എല്ലാ പരിപാടിക്കും അതിരാവിലെ എത്തുന്ന ആളാണ്. ഈ രൂപതയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരാളാണ്. എന്തായാലും ഈ ചാട്ടവാർ സമരം, ചാട്ടവാർ അടി, ഈ കള്ളരെയും പുഴുക്കുത്തുകൾക്കെതിരായിട്ടുള്ള ചാട്ടവാർ അടി നമ്മുടെ പ്രിയങ്കരനായ കോർ കമ്മിറ്റി അംഗം പ്രായം ചെന്ന ഒരാളെന്ന നിലയ്ക്ക് ശ്രീ ജോർജ് ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. കള്ളന്റെയും ചൂതാട്ടക്കാരന്റെയും കോട്ടങ്ങൾ വിളക്കട്ടെ. കള്ളന്റെയും ചൂതാട്ടക്കാരന്റെയും കോട്ടകൊത്തവങ്ങൾ വിളക്കട്ടെ. കർത്താവ് ശോഭിശികായുടെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടു പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ സിനഡിന് കഴിയട്ടെ. അയ്യോ തല്ലല്ല, അയ്യോ അയ്യോ തല്ലല്ലേ, അയ്യോ തല്ലല്ല, അയ്യോ തല്ലല്ലേ. ഞാനാ മോനെ എബ്രാഹാം, ഞാനാ മോനെ എബ്രാഹാം, ഞാനാ മോനെ കാവിൽപ്പുരയുടെ, ഞാനാ മോനെ കാവിൽപ്പുര, ഞാനാ മോനെ സഭയുടെ വഞ്ചകൻ, ഞാനാ മോനെ സഭയുടെ വഞ്ചകൻ, ഞാനാ മോനെ സഭയുടെ വഞ്ചകൻ, ഞാനാ മോനെ സഭയുടെ വഞ്ചകൻ, ആരാണ് കാവിൽപ്പുരയുടെ, ആരാണ് കാവിൽപ്പുരയുടെ, പാലാപ്പള്ളിയിലെ കോഴിക്കള്ളൻ, പാലാപ്പള്ളിയിലെ കോഴിക്കള്ളൻ, പാലാപ്പള്ളിയിലെ കോഴിക്കള്ളൻ, പാലാപ്പള്ളിയിലെ കോഴിക്കള്ളൻ, മറ്റേപ്പള്ളിയിലെ വളംകളവക്കള്ളൻ, മറ്റേപ്പള്ളിയിലെ വളംകളവൻ, വളംകളവിന് കൂട്ടുനിന്ന, വളംകളവിന് കൂട്ടുനിന്ന, വളംകളവിന് കൂട്ടുനിന്ന, വളംകളവിന് കൂട്ടുനിന്ന കാവിൽപ്പുരയിടത്തെ പുറത്താക്കൂ, കാവിൽപ്പുരയിടത്തെ പുറത്താക്കുക. വേണ്ട വേണ്ടിവിട, വേണ്ട വേണ്ട വേണ്ടിവിടെ, വേണ്ട വേണ്ടിവിട, വേണ്ട വേണ്ട വേണ്ടിവിടെ, കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിവിട, കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിവിടെ, സഭയുടെ വഞ്ചകൻ വേണ്ടിവിട, സഭയുടെ വഞ്ചകൻ വേണ്ടിവിടെ, സഭയുടെ വഞ്ചകൻ വേണ്ടിവിട, സഭയുടെ വഞ്ചകൻ വേണ്ടിവിടെ. എബ്രാഹാം കാവിൽപ്പുരയിടം കേട്ടോളോ, എബ്രാഹാം കാവിൽപ്പുരയിടം കേട്ടോളോ, എബ്രാഹാം കാവിൽപ്പുരയിടം കേട്ടോളോ, എബ്രാഹാം കാവിൽപ്പുരയിടം കേട്ടോളോ. നിങ്ങൾ സഭയ്ക്കാപത്ത്, നിങ്ങൾ സഭയ്ക്കാപത്ത്, നിങ്ങൾ സഭയ്ക്ക് ആപത്ത്, നിങ്ങൾ സഭയ്ക്ക് ആപത്ത്. ഈ ഭരണം ഇങ്ങനെ പോയാൽ, ഈ ഭരണം ഇങ്ങനെ പോയാൽ, ഈ സിനഡ് ഇങ്ങനെ പോയാൽ, ഈ സിനഡ് ഇങ്ങനെ പോയാൽ അധികം പോകില്ലോത്തോളോ, അധികം പോകില്ലോത്തോളോ, അധികം പോകില്ലോത്തോളോ, അധികം പോകില്ലോത്തോളോ. സഭാ മക്കളെ പറയുന്ന, സഭാ മക്കളെ പറയുന്നേ, സഭാവിശ്വാസികൾ പറയുന്ന, സഭാവിശ്വാസികൾ പറയുന്നേ, ഞങ്ങൾക്കൊന്നേ വാക്കുള്ളൂ, ഞങ്ങൾക്കൊന്നേ വാക്കുള്ളൂ, ഞങ്ങൾക്കൊന്നേ വാക്കുള്ളൂ, ഞങ്ങൾക്കൊന്നേ വാക്കുള്ളൂ. നിങ്ങളുടെ തീരുമാനം നടപ്പിലാക്കുക, സിനഡ് തീരുമാനം നടപ്പിലാക്കുക, നിങ്ങളുടെ തീരുമാനം നടപ്പിലാക്കുക, സിനഡ് തീരുമാനം നടപ്പിലാക്കുക, ഏകീകൃത കുർബാന നടപ്പിലാക്കുക, ഏകീകൃത കുർബാന നടപ്പിലാക്കുക, ഏകീകൃത കുർബാന നടപ്പിലാക്കുക. ഏകീകൃത കുർബാന നടപ്പിലാക്കുക. പ്രേക്ഷിതവാര്യൻ സെന്റ് തോമസ്, പ്രേക്ഷിതവാര്യൻ സെന്റ് തോമസ്, പ്രേക്ഷിതവാര്യൻ സെന്റ് തോമസ്, പ്രേക്ഷിതവാര്യൻ സെന്റ് തോമസ്, ഞങ്ങൾക്കേകിയ ദീപശിഖ, ഞങ്ങൾക്കേകിയ ദീപശിഖ, നമ്മൾക്കേകിയ ദീപശിഖ,
ഞങ്ങൾക്കേകിയ ദീപശിഖ കത്തോലിക്കര ദീപശിഖ കത്തോലിക്കര ദീപശിഖ കത്തോലിക്കര ദീപശിഖ കത്തോലിക്കര ദീപശിഖ തലമുറ തലമുറ കൈമാറി തലമുറ തലമുറ കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും എബ്രാം കാലിൽ പുഴയാണ് എബ്രാം കാലിൽ പുഴയാണ് സഭയുടെ പഞ്ചക സഭയുടെ പഞ്ചക നിങ്ങളിങ്ങനെ പോയെന്നാൽ അധികം പോകില്ലോത്തോരോ അധികം പോകില്ലോത്തോരോ സത്യാഗ്രഹ സമരം സിന്ദാബാദ് സത്യാഗ്രഹ സമരം സിന്ദാബാദ് വ്യാജരേഖ കേസ് CBI അന്വേഷിക്കുക വ്യാജരേഖ കേസ് CBI അന്വേഷിക്കുക ആലഞ്ചേരിക്കെതിരായിട്ടുള്ള ഗൂഢലക്ഷ്യങ്ങളെ CBI അന്വേഷിക്കുക അതിനാൽ ആലഞ്ചേരി പിതാവിനെതിരായ ഗൂഢനീക്കങ്ങൾ CBI അന്വേഷിക്കുക അതിനാൽ ആലഞ്ചേരി പിതാവിനെതിരായ ഗൂഢനീക്കങ്ങൾ അന്വേഷിക്കുക സഭാവിരുദ്ധ പ്രവർത്തനം നടത്തിയ പിതാക്കന്മാരെ പുറത്താക്കുക സഭാവിരുദ്ധ പ്രവർത്തനം നടത്തിയ പിതാക്കന്മാരെ പുറത്താക്കുക കാവിൽ പുരേണത്തിന് അടിച്ച് പുറത്താക്കുക കാവൽ പുരേണത്തിന് അടിച്ച് പുറത്താക്കുക കാവിൽ പുരേണത്തിന് അടിച്ച് പുറത്താക്കുക അടിച്ച് പുറത്താക്കുക ശിരോമണിമാർ സഭയെ ശുദ്ധീകരിക്കുക ശിരോമണിമാർ സഭയെ ശുദ്ധീകരിക്കുക ശിരോമണിമാർ സഭയെ ശുദ്ധീകരിക്കുക മാർപ്പാപ്പ നീളാൽ വാഴട്ടെ പരിശുദ്ധ സിംഹാസനം നീളാൽ വാഴട്ടെ പരിശുദ്ധ സിംഹാസനം നീളാൽ വാഴട്ടെ ശിരോമണിമാർ സഭ നീളാൽ വാഴട്ടെ ആലഞ്ചേരി പിതാവ് നീളാൽ വാഴട്ടെ നല്ല മെത്രാന്മാർ നീളാൽ വാഴട്ടെ കരിങ്കാലി മെത്രാന്മാർ തനിച്ചു പോകട്ടെ കരിങ്കാലി മെത്രാന്മാർ തനിച്ചു പോകട്ടെ